ഗംഭീര പടം. ജയറാമേട്ടൻ തന്നെ പറയുമ്പോൾ തന്നെ ഒരു കുടുംബ പ്രേക്ഷകരുടെ നടനല്ല, ഒരു ഹീറോ അല്ല. പുള്ളിയുടെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് പടമാണത്. കാരണം തമാശകൾ, ഇമോഷൻസ്, ശരിക്കും പറഞ്ഞാൽ ജയറാമേട്ടനൊക്കെ കണ്ണ് നനുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ മനസ്സുകൂടെയാണ് കരയുന്നുള്ളതാണ്. അത്ര നന്നായി അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ, എൻ്റെ റിക്വസ്റ്റ് എന്നല്ല, മലയാളി പ്രേക്ഷകരുടെ റിക്വസ്റ്റാണ്. ജയറാമേട്ടനൊക്കെ സിനിമയിൽ ചെയ്യണം, മലയാള സിനിമകൾ ചെയ്യണം. അതർ ലാംഗ്വേജ് സിനിമകൾ ചെയ്യുന്നുണ്ടോ ഒക്കെ, പക്ഷെ നമുക്ക് മലയാളികൾക്ക് കിട്ടണം ജയറാമേട്ടനെ പോലെ നടന്മാരെ. അതെ, നമ്മളത് തിരിച്ചു വന്നെന്നുള്ളൊരു ഓർമ്മിച്ചൊരു അത് ലിസ്റ്റിലൊക്കെ പെടുത്ത ആശകളായിരം. നല്ല സിനിമയാണ്. അതേ പറഞ്ഞല്ലോ, തിരിച്ചു വരട്ടെ, നല്ല സിനിമകളൊക്കെ ചെയ്യട്ടെ, എന്നാലേ തിയേറ്ററൊക്കെ പൂരപ്പറമ്പ് ആവുള്ളൂ. ശരി, അച്ഛനും മകനും എങ്ങനെ 10-25 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണില്ല. ശരിക്കും അച്ഛനും മകനായിട്ട് ഇതിൽ ആരാണ് സ്കോർ ചെയ്ത് നമുക്ക് തോന്നില്ല. അത്ര നന്നായിട്ടാണ് ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ട് അവർ ആ ഒരു കോമ്പോ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടം. നമുക്ക് സമയം പോണേ അറിയില്ല. ഇന്റർവെല്ലൊക്കെ ആയതുപോലും നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളതാണ്. ലാഗും ഇല്ല, ഒന്നുമില്ല, എൻഗേജ് സാധനം. പിന്നെ അച്ഛന്റെ മകന്റെ ഒരു ഡാൻസ് നമ്മുടെ അത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും അത് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പഴയ കുറെ ഓർമ്മകളുണ്ടല്ലോ. ഇവരൊക്കെ നല്ല നല്ല സിനിമകൾ, നല്ല നല്ല പാട്ടുകളൊക്കെ തന്ന നടന്മാരാണ് ജയറാമേട്ടനൊക്കെ. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നൊസ്റ്റാൾജി. നമ്മളൊക്കെ വീണ്ടും പഴയകാല ഓർമ്മകളിലേക്ക്, പഴയ കാലത്ത് സിനിമ ചെയ്ത ആൾക്കാർക്കൊക്കെ വീണ്ടും അത് ഓർക്കാം. അന്ന് അവർ തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ. അതൊക്കെയാണ് ശരിക്കും സിനിമ എന്ന് പറയുന്നത്. നമ്മളെ കുറെ ഓർമ്മപ്പെടുത്തുക, നമ്മളെ ചിരിപ്പിക്കുക, നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുക, നമ്മളെ ചിന്തിപ്പിക്കുക. അതൊക്കെയാണ് സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 2-2.5 മണിക്കൂർ എൻ്റർടൈൻ ചെയ്യാൻ വരുന്നല്ലോ. വെറുതെ ഇവിടെ വന്ന് നെഞ്ഞിട്ടടിച്ച് കരയാനായിട്ട് ആരും വരുന്നല്ലോ. നമ്മൾ ചിരിപ്പിക്കുക, നമ്മൾ ചിന്തിപ്പിക്കുക, എൻ്റർടൈൻ ചെയ്യുക. അതൊക്കെയാണ് സിനിമ എന്ന് പറഞ്ഞാൽ. അപ്പം അത്രയും ലിസ്റ്റിലൊക്കെ പെടുന്ന സിനിമകളാണ് 1000 ആശകൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ജയറാമേട്ടൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ. പണ്ട് ഇപ്പം എല്ലാ സിനിമകളിലും നമ്മൾ ആ ഒരു സൗന്ദര്യത്തിന് പകരം വെക്കാൻ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു നല്ല ഒരു എന്താ പറയുക, ഭയങ്കര ആ സ്വാഗും ആ ഒരു ഗ്ലാമറും ഒക്കെ ഈ മൂവിയിലും കറക്റ്റ് യൂസ് ചെയ്തെന്നുള്ളതാണ്. അതിനൊരു നല്ല സബ്ജക്റ്റ് വന്ന് നല്ലൊരു ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ഇവരെ ആ ഒരു പഴയ ഓർമ്മകൾക്കൊക്കെ ശരിക്കും പറ്റിയൊരു സിനിമയാണ്. ഇപ്പോൾ അന്ന് ആ സിനിമകളൊക്കെ ഒരു 2000 അല്ലെങ്കിൽ ഒരു 25 വർഷം മുന്നേ കണ്ട പ്രേക്ഷകരെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഇവരൊന്ന് വലുതായിട്ടൊരു സിനിമ ചെയ്യുന്നെങ്കിൽ. ശരിക്കും ജയറാമേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നല്ലൊരു സബ്ജക്റ്റ് വരട്ടെ എന്നിട്ട് ഞാൻ മലയാള സിനിമയിൽ. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി പ്രേക്ഷകരോട് എനിക്ക് ഒരാളെ നിങ്ങൾ പോയി കാണുക എന്നുള്ളതാണ്. നിങ്ങൾ എന്തായാലും ഇത് എൻജോയ് ചെയ്യും, സിനിമ 100% എൻജോയ് ചെയ്യും. അത്ര നല്ല സിനിമ. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നഷ്ടം, പ്രേക്ഷകർക്ക് തന്നെ ആയിരിക്കും നഷ്ടം.